നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ദേവികേച്ചിയും സിദ്ധുവേട്ടനുമായിട്ടുള്ള വിവാഹം നടത്താതിരിക്കാനുള്ള എല്ലാ വഴികളും ഞാൻ ആലോചിച്ചോളാം. എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. അധികം നിൽക്കണ്ട. ആശുപത്രിയിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ. ഇവിടെ ഇരുന്ന് സംസാരിക്കാം. വാ ഗോപികെ, വന്നേ. ഞങ്ങൾക്കതിന് ഇപ്പൊ വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലാച്ചാ, അല്ലേ ഗോപികെ? എന്തായാലും അച്ഛൻ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അങ്ങോട്ടിരിക്കാം. ഗോപികെ വാ. അല്ല, ഹരിയെ നേരെ ഇങ്ങോട്ട് വിട്ടിട്ട് നിങ്ങളിത് എവിടേക്കാ പോയത്? ഞങ്ങള് ഗോപികയുടെ വീട്ടിലൊന്ന് കയറി. ദേവിക ചേച്ചിയെ കണ്ടൊന്ന് സംസാരിക്കണമായിരുന്നു. അല്ല, ദേവികയോട് എന്താ സംസാരിക്കാനുണ്ടായിരുന്നേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ വന്നിട്ട് പോയാ പോരായിരുന്നോ? അത്യാവശ്യമുള്ളൊരു കാര്യമായിരുന്നു അമ്മേ. എന്തത്യാവശ്യം? തുറന്നു പറയാം, ദേവികേച്ചിയും സിദ്ധുവേട്ടനും തമ്മിലുള്ള വിവാഹം നടക്കില്ല. ദയവ് ചെയ്ത് എന്റെ ചേച്ചിയുടെ ജീവിതം വെച്ച് നിങ്ങൾ പന്നാടരുത്. ഗോപികെ, ചേച്ചിയുടെ അടുത്ത് ഞാനിത് പലവട്ടം ഫോണിലൂടെ പറഞ്ഞതാ. ചേച്ചിയുടെ തല കേറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ നേരിട്ട് ചേച്ചിയെ കാണാന്ന് കരുതി ഞാൻ അങ്ങോട്ട് ചെന്നത്. ഗോപികെ, ഇത് ദേവികയായിട്ട് തന്നെ എടുത്ത തീരുമാനം. പിന്നെ നിനക്കെന്താ? ദേവികയും സിദ്ധുവും തമ്മിലുള്ള വിവാഹം നടന്നു എന്ന് കരുതി ദേവികയ്ക്ക് ഇവിടെ ഒരു കുറവും വരില്ല. അത് ഞങ്ങൾ പറയാതെ തന്നെ നിനക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. അവൾ ഇവിടത്തെ ഗൃഹനാഥയായിരിക്കും. ഈ അവസ്ഥയിലുള്ള ഒരാളെ ഒരു സ്ത്രീ എങ്ങനെയാ ഭർത്താവായിട്ട് സ്വീകരിക്കുക? ഗോപികെ, നിന്റെ നാവടക്ക്. വാക്കുകൾ ഉപയോഗിക്കുന്ന സൂക്ഷിച്ചായിരിക്കണം. അമ്മേ, വന്നപ്പോ മുതൽ ഈ ഗോപിക എന്റെ അടുത്ത് പറയാ മലയെ കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ലെന്ന്. എനിക്ക് മലയെ തന്നെ കല്യാണം കഴിച്ചാൽ മതി അമ്മേ, വേറെ ആരും വേണ്ട. എനിക്ക് മലയെ തന്നെ കല്യാണം കഴിക്കണമേ. പറ, എനിക്ക് മലക മതി. ഗോപിക, നിന്റെ ചേച്ചി നല്ല മനസ്സോടെ സിദ്ധുവായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ചത്. അത് നീ കാരണം തടസ്സപ്പെട്ട പിന്നെ നിനക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല. നീ ഋഷിയുമായിട്ടുള്ള ഡിവോഴ്സിന്റെ കടലാസുകൾ വക്കീലിനെ കൊണ്ട് ഇവിടെ തയ്യാറാക്കി വച്ചിട്ടുണ്ട്. അതിൽ ഒപ്പിട്ട് തന്നിട്ട് നിനക്ക് ഇറങ്ങേണ്ടി വരും ഈ വീട്ടിൽ നിന്ന്. എന്താ, എന്ത് വേണോന്ന് നീ തീരുമാനിക്ക. എന്റെ തീരുമാനം ഞാൻ പറഞ്ഞത് തന്നെയാ. ഗോപിക, നിർത്താൻ. ഞാൻ പറയുന്നത് നീ കേക്ക്. അത് നിർത്താനാ പറഞ്ഞത്. വരാൻ. ഗോപികെ, താൻ എന്തിനാണ് അമ്മയെ അച്ഛനെയൊക്കെ വിഷമിപ്പിക്കുന്ന വർത്താനം പറയാൻ പോയത്? ചേട്ടനെ പോലെ ഒരാളെ ഏതെങ്കിലും പെൺകുട്ടി വിവാഹം കഴിക്കുമെന്നൊക്കെ എന്തിനാ ചോദിക്കാൻ പോയത്? അതിലെന്താ തെറ്റ്? ഞാൻ ചോദിച്ചാ ശരിയല്ലേ? അങ്ങനെ ഒരു ചോദ്യം താൻ ചോദിക്കാൻ പാടില്ലായിരുന്നു.
സത്യം പറയുമ്പോ അതിന് നേരെ മുഖം തിരിച്ചിട്ടോ മുഷിഞ്ഞിട്ടോ ഒരു കാര്യമില്ല ഋഷി. ഗോപിക, ഋഷി ഒന്ന് മനസ്സിലാക്കണം. മനഃപൂർവ്വം ആരെയും വിഷമിപ്പിക്കാൻ ഉദ്ദേശിച്ചല്ല ഞാനത് പറഞ്ഞത്. ചേച്ചിയുടെ ജീവിതത്തിന് യാതൊരു വിലയും ഇല്ലാത്ത തരത്തില് എല്ലാവരും ചേർന്ന് ആ ജീവിതം എടുത്ത് അമ്മാനമാടാൻ തുടങ്ങുന്നത് കണ്ടപ്പോ അറിയാതെ എന്റെ നാവിൻ തുമ്പിന്ന് വീണു പോയതാ ആ വാക്കുകള്. ഗോപിക, സിദ്ധുവേട്ടന് സംഭവിച്ചതുപോലൊരു ദുർവിധി ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. ആ നശിച്ച ആക്സിഡന്റ് സംഭവിക്കാതിരുന്നിരുന്നെങ്കിൽ സിദ്ധുവേട്ടൻ ഏത് നിലയിലെത്തേണ്ട ആളായിരുന്നു. തനിക്കറിയോ, ആക്സിഡന്റിന് മുമ്പ് സിദ്ധുവേട്ടനെ പോലെ സ്മാർട്ടായ ഒരു ചെറുപ്പക്കാരൻ ഈ നാട്ടിലെങ്ങും ഇല്ലായിരുന്നു. സൗന്ദര്യത്തിൽ മാത്രമല്ല, അത്രയ്ക്ക് ബ്രില്യൻ്റ് ആൻഡ് ടാലന്റഡ് ആയിരുന്നു സിദ്ധുവേട്ടൻ. അതുകൊണ്ട് തന്നെ ബിസിനസ് രംഗത്ത് പലർക്കും സിദ്ധുവേട്ടനോട് തികഞ്ഞ അസൂയായിരുന്നു. അങ്ങനെയുള്ള ആ മനുഷ്യനാണ് ഇപ്പോ കൊച്ചു കുട്ടികളെ പോലെ. ഗോപിക, ദേവിക ചേച്ചിയുമായി കല്യാണം ഉറപ്പിച്ചതിന് ശേഷമുള്ള ഏട്ടന്റെ സന്തോഷം താൻ കണ്ടില്ലേ? ആ സന്തോഷം കണ്ടപ്പോഴാണ് എന്റെ മനസ്സ് ഇടറിപ്പോയത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ എന്റെ ഏട്ടനെ ഇത്ര സന്തോഷവാനായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മാലാക വരുമെന്ന പ്രതീക്ഷയില് എല്ലാം മറന്ന് ആഹ്ലാദിക്കുന്ന ഏട്ടന്റെ മുഖം ഓർമ്മിക്കുമ്പോ സാധിക്കുന്നില്ല ഗോപിക. ഈ കല്യാണം വേണ്ടെന്ന് അച്ഛനോടും അമ്മയോടും മുത്തശ്ശിയോടൊക്കെ പറയാൻ എനിക്ക് സാധിക്കുന്നില്ല. ഓഹോ, അപ്പൊ എന്റെ കൂടെ നിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഋഷി മാറുകയാണല്ലേ? വേണ്ട, ആരും എന്റെ ഒപ്പം നിക്കണ്ട. പക്ഷേ എന്റെ തീരുമാനത്തിൽ നിന്ന് ഞാൻ പിന്മാറില്ല. ദേവികേച്ചിയും സിദ്ധുവേട്ടനുമായിട്ടുള്ള വിവാഹം നടത്താതിരിക്കാനുള്ള എല്ലാ വഴികളും ഞാൻ ആലോചിച്ചോളാം. എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. എന്ത് തന്നെയായാലും ഈ വിവാഹം ഞാൻ മുടക്കിയിരിക്കും. എന്ത് തന്നെയായാലും സിദ്ധാർത്ഥനും ദേവികയും തമ്മിലുള്ള വിവാഹം നടക്കാൻ പാടില്ല. അത് നടന്നാ നമ്മൾ പെടും. മനസ്സിലാക്കിയിടത്തോളം ദേവിക ബുദ്ധിയുള്ള പെണ്ണ. സിദ്ധുവിന്റെ ബുദ്ധിക്കുറവൊക്കെ അവള് ഭംഗിയായി ബാലൻസ് ചെയ്തോളൂ. അങ്ങനെയുള്ള ഒരുത്തി അവന്റെ ഭാര്യയായി ഈ വീട്ടിൽ കയറി വന്നാൽ അവള് പെണ്ണ. ഒരു സൈഡിൽ നിന്ന് അവള് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ നമ്മളെ രണ്ടാളെയും കിടത്തി മൂടാൻ കഴിയുന്ന കുഴിയായി മാറും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.